إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبد الله ورسوله اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ജീവിതം നയിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഒരു വസിയ്യത്ത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ അധ്യയന വർഷം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊക്കെ ഒരുപോലെ പുതിയ പ്രതീക്ഷകളുടെ ഒരു പുലരിയാണ് കൈവന്നിരിക്കുന്നത്. മാത്രമല്ല, ധാരാളം ലക്ഷ്യങ്ങളുമായാണ് നമ്മുടെ മക്കൾ കലാലയങ്ങളിലേക്ക് പോകുന്നത്. ആ ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിനുള്ള പരിശ്രമത്തിന്റെ പാതയിലാണ് വിദ്യാർത്ഥികൾ. നമുക്കറിയാം, ഓരോ വർഷവും ഓരോ പുതിയ വർഷവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അത് നമുക്ക് വലിയ അവസരങ്ങളാണ് എന്ന് മാത്രമല്ല, വലിയ പ്രതീക്ഷകളാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചു പോയ തകരാറുകൾ തിരുത്തി കൂടുതൽ മുന്നേറാനുള്ള അവസരങ്ങളാണ്. അധ്യയന വർഷമാണെങ്കിലും ഇനി അതല്ല പുതിയ വർഷം കടന്നു വരികയാണെങ്കിലും ഒക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മളെല്ലാവരും ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യം, വിദ്യ നേടാൻ വേണ്ടി, അറിവ് നുകരാൻ വേണ്ടി കലാലയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും നമ്മളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉണ്ടാകണം. ഈ ഒരു പുതിയ വർഷം അനുഗ്രഹപൂർണമാക്കാനും വിജയം നേടാനും ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ, വിദ്യാർത്ഥികളെ ഒന്നടങ്കം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹുവിന്റെ എല്ലാ നിലക്കുള്ള അനുഗ്രഹങ്ങളും അവരിൽ വർഷിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മൾ ചിന്തിക്കേണ്ടത്, ഏതൊരു ജനപദത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിലും
ലോകത്ത് ഏത് രാജ്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും അവരെയൊക്കെ പുരോഗതിയിലെത്തിച്ചതും ഉന്നതിയിലെത്തിച്ചതുമൊക്കെ ആ രാജ്യത്തുള്ള ഏതെങ്കിലും നിലക്കുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, മറിച്ച് വിജ്ഞാനം അറിവ് അടിത്തറയാക്കി പ്രവർത്തിച്ച, അറിവ് അടിത്തറയാക്കി മുന്നേറിയ ഏത് ജനപദങ്ങളെ നിങ്ങൾ എടുത്തു പരിശോധിച്ചാലും അവരൊക്കെ ഗതകാല ചരിത്രത്തിലും ഇന്നിന്റെ ലോകത്തുമൊക്കെ ഉന്നതിയിലെത്തിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മതമായ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അവസാനമായി പൂർത്തീകരിച്ചു തന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാം അറിവിന് വളരെയധികം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ആദ്യമായി വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് അവതരിപ്പിച്ച വചനങ്ങൾ തന്നെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ, അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും ഒക്കെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, വിജ്ഞാനത്തിലേക്കുള്ള രാജപാതയാണ് വായന എന്നത്. ആ വായനയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികൾക്ക് വഹ്യായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഓതാതെ തന്നെ നമുക്കറിയാം, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ വലിയ വചനങ്ങൾ, മഹത്വരമായ വചനങ്ങൾ. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. വായിക്കൂ നബിയെ, വായിക്കാനാണ് അല്ലേ, വായനയാണ്. വായനയില്ലെങ്കിൽ അറിവിന്റെ വിശാലമായ ലോകത്തേക്ക് കടന്നു പോകാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വായിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട്, അല്ലേ, വേറൊന്നുമല്ല. ഇസ്ലാമിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നുമല്ലല്ലോ ആദ്യം അവതരിപ്പിച്ചത്. മറിച്ച് എന്തും ശരിക്കും മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ, അറിയണമെങ്കിൽ വായന അനിവാര്യമാണ്. അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയണമെങ്കിൽ നേരായ നിലക്കുള്ള വായന വേണം. അതുകൊണ്ട് അല്ലാഹു പറയാണ്, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അവൻ അലഖിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ഇഖ്റഅ വറബ്ബുക്കൽ അക്രം. അത്യുദാരനായ നിങ്ങളുടെ രക്ഷിതാവിന്റെ നാമത്തിൽ നിങ്ങൾ വായിക്കണം. ഒന്ന് ചിന്തിച്ചേ വിശ്വാസികളെ, ആലോചിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു വേദഗ്രന്ഥത്തിലെ ആദ്യത്തെ വചനങ്ങളാണിത്, അവതരിപ്പിക്കപ്പെട്ട ആദ്യ വചനങ്ങൾ. ഇത് മാത്രല്ല, അറിവിന് വേറെയും ഉപകരണങ്ങൾ ആവശ്യമാണ്, അല്ലെ? അറിവിന്റെ ഉപകരണങ്ങളെ പിടിച്ചുകൊണ്ട് സർവലോക റബ്ബ്, ലോകത്തിന്റെ രാജനായ സർവാധിനാഥനായ റബ്ബ് സത്യം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് കാണാം, സൂറത്തുൽ ഖലം നിങ്ങൾ എടുത്തു നോക്കൂ. വൽ ഖലമി വമാ യസ്തുറൂൻ. വൽ ഖലം, പേന തന്നെയാണ് സത്യം. സുബ്ഹാനല്ലാഹ്, അറിവിന്റെ മറ്റൊരു പ്രധാനമായ ആയുധമാണ് പേന, അല്ലേ? വൽ ഖലം, പേന തന്നെയാണ് സത്യം. വമാ യസ്തുറൂൻ, ആ പേന കൊണ്ട് എഴുതുന്നതിനെ അല്ലാഹു സത്യം ചെയ്യുകയാണ്. അപ്പോ എഴുത്തിന്റെ പ്രാധാന്യം അവിടെ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ കൊണ്ട് സത്യം ചെയ്യണമെങ്കിൽ, സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിന് പ്രാധാന്യമുണ്ട് എന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥത്തിലൂടെ അറിവിനെ കുറിച്ച് പറയുന്നത്. ഒരു പുതിയ വർഷത്തിൽ, ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോ നമുക്ക് ഇതൊക്കെ ഒരുപാട് ചിന്തകൾ ആവശ്യമാണ്, ഒരുപാട് ആലോചനകൾ ആവശ്യമാണ്. നിങ്ങൾക്കറിയോ ഇസ്ലാമിലെ ആദ്യത്തെ മദ്രസ ഏതാണെന്ന്? ഇസ്ലാമിലെ ആദ്യത്തെ മദ്രസ ഇന്ന് കാണുന്ന മക്കയിലെ മസ്ജിദുൽ ഹറാമിന്റെ ഒരു മൂലയിൽ സഫാ കുന്നിന്റെ ചാരത്ത് മദ്രസത്ത് ദാറുൽ അർഖം എന്ന പേരിൽ, അല്ലേ, ദാറുൽ അർഖം, അർഖമിന്റെ വീട്ടിൽ നടന്ന, അവിടെ നിന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരന്മാർക്ക് വിദ്യ പകർന്നു കൊടുക്കാൻ ആരംഭിച്ചത്. ദാറുൽ അർഖം, അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, ആ മദ്രസ, അവിടെ അധ്യാപനം നടത്തിയിരുന്ന മഹാനായ പ്രവാചകൻ ഈ ഉമ്മത്തിലെ ആദ്യത്തെ മുഅല്ലിം, ആദ്യത്തെ അധ്യാപകൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അത് അല്ലാഹു വിശ്വാസികൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം അതാണ്, സൂറത്തു ആലു ഇംറാനിലെ 164-ാമത്തെ വചനം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ.
മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഇതാ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് അല്ലാഹു നിയോഗിച്ചുകൊണ്ട് അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് ആ ദൂതനെ നിയോഗിച്ചത്? യത്ലു അലൈഹിം ആയാതിഹി, അവന്റെ ആയത്തുകൾ അവർക്ക് ഓതി പാരായണം ചെയ്തു കൊടുക്കുകയാണ്. മാത്രമല്ല വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വേദഗ്രന്ഥവും ഹിക്മത്തും വിജ്ഞാനവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ആ പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് ആ ജനത സ്പഷ്ടമായ വഴികേടിലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അധ്യാപനം ആരംഭിച്ചത് ദാറുൽ അർഖം എന്ന ഇസ്ലാമിലെ ഒന്നാമത്തെ മദ്രസ. ആ മദ്രസയിൽ പഠിച്ച അവിടുത്തെ അനുചരന്മാരാകുന്ന വിദ്യാർത്ഥികൾ, അവരാണ് ഇസ്ലാമിന്റെ നാഗരികതയുടെ വൻമതിൽ ലോകത്ത് കെട്ടിപ്പടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരാണ് ഇസ്ലാമിക നാഗരികത ലോകത്ത് വളർത്തിയെടുത്തത്. അവിടം മുതലായിരുന്നു ലോകത്ത് വിജ്ഞാനത്തിന്റെ പ്രസരിപ്പുണ്ടായത്. ആദ്യത്തെ മദ്രസ അതാണ്. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഓരോ ചുവടുവെപ്പിലും ഈ വിജ്ഞാനം തന്റെ അനുചരന്മാർക്ക് പകർന്നു കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഓരോ അവസരങ്ങൾ വരുമ്പോഴും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു യുദ്ധമാണല്ലോ ബദർ, അല്ലേ? ചരിത്രത്തിന്റെ ഗതി മാറ്റി ഒഴുക്കിയ പോരാട്ടമായിരുന്നു അത്. അങ്ങനെ ബദർ മുസ്ലിമീങ്ങൾ വിജയിച്ചു. ശത്രുക്കളിൽ നിന്ന് ഒരുപാട് ആളുകളെ ബന്ദികളാക്കി പിടിച്ചു. ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ യുദ്ധത്തിന്റെ നിയമം നിങ്ങൾക്കറിയാം. മോചനദ്രവ്യം കൊടുത്തെങ്കിലേ ശത്രുക്കളിൽ നിന്ന് പിടിക്കപ്പെട്ട ബന്ദികളെ വിട്ടയക്കുകയുള്ളൂ. ഖുറൈശികളിൽ നിന്ന് പിടിച്ച ബന്ദികളെ വിട്ടയക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ മുമ്പിൽ വെച്ച ഒരു ഉപാധിയുണ്ടായിരുന്നു. അത് മോചനദ്രവ്യമായിരുന്നില്ല, മറിച്ച് നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഓരോ ബന്ദികളും 10 പേർക്ക് മുസ്ലിമീങ്ങളിൽ നിന്ന് എഴുത്തും വായനയും പഠിപ്പിക്കുകയാണെങ്കിൽ മോചനദ്രവ്യമില്ലാതെ നിങ്ങളെ വിട്ടയക്കാൻ ഞാൻ തയ്യാറാണെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ശത്രുക്കളിൽ നിന്ന് പിടിക്കപ്പെട്ട ഓരോരുത്തരും അൻസാറുകളിൽപ്പെട്ട കുട്ടികൾക്ക് 10 പേർക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തപ്പോഴാണ് അവരെ മോചിപ്പിച്ചതെന്ന് ഇസ്ലാമിക ചരിത്രം പറയുമ്പോ, എവിടെയും വിജ്ഞാനം പ്രസരിപ്പിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ എടുത്ത അവിടുത്തെ ഓരോ നിലപാടുകളും നമ്മൾ ഏറെ ചിന്തിക്കേണ്ട അവസരങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വേർതിരിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ ഒരിക്കലും വേർതിരിക്കാൻ പാടില്ല. എല്ലാവരും ആദമിന്റെ മക്കളാണ്, എല്ലാവരും ഒരുപോലെയാണ്. കറുത്തവനും വെളുത്തവനും ഒന്നും വ്യത്യാസമില്ല. ഗോത്രത്തിന്റെ നാടിന്റെ പേരിൽ ഒന്നും ആരും കലഹിക്കാനോ അതിന്റെ പേരിൽ ആരും പെരുമ നടിക്കാനോ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാം ജനങ്ങളെ രണ്ടായി വേർതിരിക്കാനുള്ള മാനദണ്ഡമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വിവരമുള്ളവനും വിവരമില്ലാത്തവരുമാണ്. ചോദിക്കൂ നബിയെ, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാകുമോ? ഇല്ല, അത് ഈക്വൽ അല്ല. അല്ലാഹു പറയാം, ഈ ഇരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും അള്ളാഹു നന്മ തരണമെന്ന് ഉദ്ദേശിച്ചാൽ, നമ്മളിൽ ആർക്കെങ്കിലും അള്ളാഹുവിന്റെ ഖൈറ് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ നമുക്ക് ഇൽമു തരും എന്നാണ്. ഒരാൾക്ക് ഇൽമു കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്. മൻ യുരിദില്ലാഹ ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ അള്ളാഹു അവഗാഹമുള്ളവനാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വിശാലമായി ഇൽമിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ആ മേഖലയിലേക്ക് പോകുന്നില്ല. ഒറ്റ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു ഖുർആനിൽ നമ്മളോട് നേരിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വർധനവ് ചോദിക്കണമെന്ന് അള്ളാഹു നേരിട്ട് വിശ്വാസികളോട് ഖുർആനിലൂടെ ലോകത്തോട് പറയാണ്. എന്താ പറയുന്നത്? വഖുൽ റബ്ബി സിദ്നി ഇൽമാ, പറയൂ നബിയെ, കൊടുക്കൂ നബിയെ, ലോകത്തിന് പ്രാർത്ഥിക്ക്, എന്റെ റബ്ബേ എനിക്ക് നീ വിജ്ഞാനത്തിൽ അധികരിപ്പിച്ച് വർധനവ് നൽകണമേ. ഖുർആനിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു പറഞ്ഞ ഒരേ ഒരു വിഷയം അത് ഇൽമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്.
വേറൊരു കാര്യത്തിന് വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ല പറഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ല ഇതേപോലെ ഈ ശൈലി ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹു ഇതേപോലെ ഇതേ ശൈലിയിൽ ഇൽമിനെ തേടാനല്ലാതെ നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നിസ്സാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഖുതുബയിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ചുരുക്കി പറയുകയാണ്. വിദ്യാരംഭമാണല്ലോ. 3-4 ദിവസങ്ങളായി നമ്മുടെ മക്കൾ കലാലയങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 3 വിഭാഗം ആളുകളാണ് പ്രധാനമായും ഈ മേഖലയിലുള്ളത്. ഒന്ന് വിദ്യാർത്ഥികൾ, മറ്റൊന്ന് അവരുടെ രക്ഷിതാക്കൾ, മൂന്നാമത്തേത് അധ്യാപകർ. ഈ 3 കൂട്ടരോടും വളരെ ഗൗരവമായ 3 സന്ദേശങ്ങളാണ് ഇന്ന് ഈ ഖുതുബയിലൂടെ നിങ്ങളോടും ഇനി കേൾക്കാൻ പോകുന്നവരോടുമൊക്കെ നൽകാനുള്ളത്. പ്രധാനമായും 3 സന്ദേശങ്ങൾ. ആദ്യമായി പറയാനുള്ളത് അധ്യാപകരോടാണ്. അധ്യാപകരെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ആ സന്തോഷ വാർത്തകൾ ഓരോന്നായി മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ടീച്ചിങ്, അതിന്റെ പ്രത്യേകത എന്ത്, അതിലൂടെ നേടാൻ പോകുന്ന പ്രത്യേകത എന്ത്, അള്ളാഹു ഓഫർ ചെയ്തിട്ടുള്ള കാര്യം എന്താണ്, ഇതൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു മേഖലയോട് കൂടുതൽ അതിനെ ആത്മാർത്ഥമായി കൈകാര്യം ചെയ്യാനും നല്ല നിലക്ക് തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യാനും അത് അത്യാവശ്യമാണ്. ഇന്ന് പലപ്പോഴും പല കലാലയങ്ങളിലും കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന അധ്യാപകരെ കാണുകയാണ്. ആത്മാർത്ഥതയില്ല. തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് ആത്മാർത്ഥതയില്ല. വിദ്യ പകർന്നു കൊടുക്കുന്നതിൽ പലപ്പോഴും വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം നിലനിൽക്കുന്നില്ല. കേവലം ഒരു കൂലിപ്പണിക്കാരനെ പോലെ പോയി എന്തൊക്കെയോ ചെയ്തു പോരുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ നിന്ന് മാറി ഞാൻ ഈ ചെയ്യുന്ന പണി എന്താണ്, ഇതിലൂടെ ഞാൻ ഒരു വിശ്വാസിയാണെങ്കിൽ എനിക്ക് കിട്ടാനിരിക്കുന്ന നേട്ടം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ അതെത്രമാത്രം വലിയ മനോഹരമായ പ്രവൃത്തിയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, നിങ്ങൾ അധ്യാപകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരുടെ പ്രവർത്തനത്തിന്റെ കൂലി നിങ്ങൾക്ക് തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ പ്രവർത്തനത്തിന്റെ കൂലി നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയും നന്മയിലൂടെ മുന്നേറാനുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുകയും തിന്മകളിൽ നിന്ന് അവരെ തടയുകയും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നത് ആത്മാർത്ഥമാണെങ്കിൽ അവർ ഭാവിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആ ഒരു അമലിൽ നിന്നുള്ള വിഹിതം നിങ്ങൾക്ക് അല്ലാഹു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിത്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരാൾക്ക് ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ ആ നന്മ പ്രവർത്തിച്ചവന്റെ അതേ പ്രതിഫലം അറിയിച്ചു കൊടുത്തവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. ഒരു അധ്യാപകൻ നന്മകളാണ് ദിവസവും പറഞ്ഞു കൊടുക്കുന്നത്. ആത്മാർത്ഥാണെങ്കിലോ അത് ചെയ്തവന്റെ അതിന്റെ അനന്തരഫലം ഈ ഒരു അധ്യാപകന് വേണ്ടി, ഈ ഒരു മുഅല്ലിമിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്നാണ്. മാത്രമല്ല സുബ്ഹാനല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രണ്ടാമത്തെ കാര്യം, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയാണ്, ഇന്നല്ലാഹ അസ്സ വജൽ വമലായികതഹു وأهل السماوات والأرض حتى النملة في جحرها وحتى الحوت ليصلون على معلم الناس الخير. سبحان الله. إن الله عز وجل الله سبحانه وتعالى മാത്രമല്ല വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും വഅഹ്ലസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയിലുള്ള അല്ലാഹുവിന്റെ മറ്റുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാവരും, ഭൂമിയിലുള്ളവരെല്ലാവരും, ഹത്തൻ നംലത ഫീ ജുഹ്രിഹാ, മാളത്തിലിരിക്കുന്ന കുഞ്ഞുറുമ്പ് പോലും, വഹത്തൽ ഹൂത, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ പോലും, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസി അൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാർത്ഥാണ് ഈ പണിയെങ്കിൽ
ഒരുപാട് പ്രത്യേകതകൾ ആഗ്രഹിക്കാൻ പറ്റുന്ന പണിയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇല്ലാത്തത് കൊണ്ട് പല ആളുകൾക്കും ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇൽമ് പഠിപ്പിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അധ്യാപകരെ, നിങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നറിയുമോ? ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ജനങ്ങളെ ദ്രോഹിക്കുന്നവരെ റബ്ബ് ഇഷ്ടപ്പെടുകയില്ല. ഏതെങ്കിലും നിലക്ക് മറ്റുള്ളവർക്ക് ദ്രോഹം സൃഷ്ടിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാം. നമ്മുടെ വീടിന്റെ തൊടിയിൽ നിന്ന് ഒരു മരം അയൽവാസിയുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. പക്ഷേ പല പ്രാവശ്യം അതൊന്ന് വെട്ടിക്കൊടുത്ത് ആ ഉപദ്രവം നീക്കാൻ പറഞ്ഞിട്ടും നമുക്കതിലേക്ക് ചെവി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ കാരണം മറ്റുള്ളവന് ഉപദ്രവം ഉണ്ടാകുന്നുവെങ്കിൽ അത്രയും കാലം റബ്ബിന്റെ കോപത്തിന് അടിമകളായിരിക്കും നമ്മളെന്ന് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നിലക്ക് ഉപകരിക്കുന്നുവെങ്കിൽ, ഉപകാരം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടവരായി നമ്മൾ മാറും. ഒരു അധ്യാപകനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അയാളിൽ നിന്ന് വിജ്ഞാനം നുകർന്നുകൊണ്ട് ആ വിദ്യാർത്ഥികൾ ഭാവിയിൽ ഡോക്ടർമാരാണ്, എഞ്ചിനീയർമാരാണ്, ബിസിനസ്മാരാണ്, കർഷകരാണ്. പല സമൂഹത്തിൽ, പല തട്ടിൽ, പല മേഖലയിൽ അവരുടെ വിജ്ഞാനം അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അധ്യാപകനിൽ നിന്നുണ്ടാകുന്ന ഉപകാരം എത്രയാണ്! മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അല്ലാഹുവിന് ജനങ്ങളിലേറെ പ്രിയപ്പെട്ടവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെയാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെയാണ്. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന് ഏറെ പ്രിയങ്കരമായ അമൽ ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? നമ്മൾ ചെയ്യുന്ന അമലുകളിൽ അല്ലാഹുവിന് ഏറെ പ്രിയപ്പെട്ടത് ഏതാണെന്ന് അറിയുമോ? സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിമിൻ. ഒരു മുസ്ലിമിന്റെ ഖൽബിൽ ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതിനോളം പോരുന്ന വേറൊരു അമലില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് നമ്മളെ കാരണം ഹലാലായ നിലയ്ക്ക് ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അതേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ അധ്യാപകർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവർക്കും പറ്റുന്ന കൂട്ടത്തിൽ അധ്യാപകർ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അധ്യാപകരെ, നിങ്ങൾ ചെയ്യുന്ന പണിയില്ലേ, അത് നിസ്സാരമായ പണിയല്ല. ഈ ലോകത്തേക്ക് ഒന്നൊന്നായി വിവിധ കാലഘട്ടങ്ങളിൽ, വിവിധ പ്രവിശ്യകളിലേക്ക് അള്ളാഹു നിയോഗിച്ച അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾ ലോകത്തിന്റെ മുമ്പിൽ നിർവഹിച്ച ഏറ്റവും വലിയ വലീഫ, അമ്പിയാന്റെ വലീഫത്ത് എന്തായിരുന്നു? അവരുടെ ജോലി എന്തായിരുന്നു? അവർ ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുന്നവരായിരുന്നു. അതേ പണിയാണ് വിവരം പകർന്നു കൊടുക്കുന്നവരൊക്കെ ചെയ്യുന്നത്. നിസാരമായ ജോലിയല്ല. ഇനി കേട്ടോ, അഞ്ചാമത്തത് കേട്ടോ, ഒരു അധ്യാപകൻ മരണപ്പെട്ടാലും അയാളുടെ ശമ്പളം ഒരുപക്ഷെ നിന്നേക്കാം, എന്നാൽ അയാളുടെ അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം അത് നിലക്കുന്നില്ല കേട്ടോ, അത് അവസാനിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇദാ മാത ഇബ്നു ആദം, ഒരു മനുഷ്യൻ മരിച്ചാൽ ഇൻഖത അമലുഹു, അവന്റെ മുഴുവൻ അമലും മുറിഞ്ഞുപോയി. ഇല്ലാ മിൻ തലാത്ത്, മൂന്നെണ്ണം ഒഴികെ. ആ മൂന്നെണ്ണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അയാളുടെ വിവരം കൊണ്ട് ആർക്കെങ്കിലും അയാൾ പ്രയോജനം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അയാളുടെ വിജ്ഞാനത്തിൽ നിന്ന് ആർക്കെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഖബറിലാണെങ്കിലും അയാൾക്ക് നിലക്കാത്ത പ്രതിഫലം വന്നുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ അധ്യാപനം! ഇതൊക്കെ നമ്മൾ അറിയണം, നമ്മുടെ മക്കൾ അറിയണം, ഈ പണി ചെയ്യുന്നവരറിയണം. ഇവിടെയൊക്കെ കൃത്യമായ മെസ്സേജാണ്. അവിടെയൊക്കെ എങ്ങനെ ടീച്ച് ചെയ്യണമെന്ന് പോലും ലോകത്തിലെ ഒന്നാമത്തെ അധ്യാപകനായ, ഉമ്മത്തിലെ ഒന്നാമത്തെ അധ്യാപകനായ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘമായി പറയുന്നില്ല. ഒരൊറ്റ ചരിത്ര സംഭവം മാത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കോറിയിട്ടണം. അധ്യാപകരെ, നിങ്ങളും കേൾക്കുന്ന വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മനോഹരമായ ശൈലിയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ടീച്ചിങ് ശൈലി. മുആവിയത്ത് ബിൻ ഹഖം അസ്സുലമി റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബിയാണ്. എന്താണ് സഹാബി? മുആവിയ, പല മുആവിയകളുണ്ട്. അതിൽപ്പെട്ട പ്രധാനമായ ഒരു സഹാബിയാണ് മുആവിയത്ത് ബിനുൽ ഹഖം അസ്സുലമി. സുലമി ഗോത്രക്കാരനായ മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ ബൈനനാ അന ഉസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അങ്ങ് തുമ്മി.
കൂട്ടത്തിൽ നിന്ന് ഒരാൾ തുമ്മി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഫഖുൽതു, ഞാൻ പറഞ്ഞു, യർഹമുക്കല്ലാഹ്. നിസ്കാരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു യർഹമുക്കല്ലാഹ്. അങ്ങനെ നിസ്കാരത്തിൽ പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് അന്നറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ നിസ്കാരത്തിൽ ഉറക്കനെ പറഞ്ഞു യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? ഫറമാനിൽ ഖൗമു ബി അബ്സാരിഹിം. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എന്നെ തുറിച്ചു നോക്കാൻ തുടങ്ങി. അവരുടെ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് അബദ്ധമായി പോയി എന്ന്. അവര് നോക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ അവർ ആംഗ്യം കാണിക്കുന്നുണ്ട്. അവർക്ക് എന്നോടുള്ള ദേഷ്യം അടങ്ങാത്തത് കൊണ്ട് അവരുടെ കൈകൾ കൊണ്ട് അവരുടെ തുടകളിൽ അവർ അടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പോയി, അള്ളാഹുവേ, എന്റെ കഥ കഴിഞ്ഞല്ലോ, അത്രയും വലിയ മോശമായ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തല്ലോ. ഇനി അള്ളാഹുവിന്റെ റസൂല് നിസ്കാരം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നോട് പറയാനിരിക്കുന്നത്, അതെങ്ങനെ സഹിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ആ നിസ്കാരത്തിൽ കഴിച്ചു കൂട്ടിയത്. സ്വഹാബി പറയാം, അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബി പറയാൻ എന്തെന്നറിയോ? നിസ്കാരം കഴിഞ്ഞപ്പോ ഫലമ്മാ സല്ലല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സലാം വീട്ടി. എന്നിട്ട് അവിടുന്ന് പറയണം, മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻഹു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ടീച്ചിങ് പോലെ ഞാൻ അതിനു മുമ്പ് ഒരു അധ്യാപകനെ കണ്ടിട്ടില്ല. അതിനുശേഷവും എന്റെ ജീവിതത്തിൽ ആ മനോഹരമായ ശൈലി പോലെ ഞാൻ വേറൊരു അധ്യാപകനെ കണ്ടില്ല. ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെ സത്യം, മാ കഹറനി വലാ ലറബനി വലാ ശതമനി. എന്നെ ആക്ഷേപിച്ചില്ല, എന്നെ അടിച്ചില്ല, എന്നെ ചീത്ത പറഞ്ഞില്ല, എന്റെ മനസ്സിനെ ആകെ തകർത്തില്ല, ഒന്നും ചെയ്തില്ല. വളരെ മനോഹരമായി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത്ത ലാ യസ്ലുഹു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്. നീ മനസ്സിലാക്കണം, ഈ നിസ്കാരം എന്ന് പറയുന്നത് അതിൽ നമ്മൾ സാധാരണ നിലയ്ക്കുള്ള ഒരു സംസാരവും അതിൽ പാടില്ല. ഇന്നമാ ഹുവ തസ്ബീഹു വതക്ബീർ വഖിറാഅത്തുൽ ഖുർആൻ. തസ്ബീഹും തക്ബീറും ഖുർആൻ പാരായണവും മാത്രമേ നിസ്കാരത്തിന്റെ അകത്ത് പാടൂ. അതുകൊണ്ട് നിന്റെ വകയുള്ള ഒരു സംസാരം അത് ജനങ്ങളുടെ സംസാരത്തിൽ പെട്ടതാണ്, അത് പാടില്ല എന്ന് എത്ര മനോഹരമായിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നത് എന്ന് മഹാനായ സ്വഹാബി പറയുന്നുണ്ട്. ജീവിതത്തിൽ അത് ഓർത്തു പോകുകയാണ്. മനോഹരമായ ശൈലി. ഇതൊക്കെ ടീച്ചിങ് മേഖലയിൽ നമുക്ക് അനുകരണീയമായ കാര്യങ്ങളാണ്. ഇനി രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ജൂൺ മാസത്തിൽ ചില രക്ഷിതാക്കൾക്കെങ്കിലും ആശങ്കകളുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. കാരണം അവർക്ക് ആവശ്യമായ സാമഗ്രികൾ വാങ്ങുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രക്ഷിതാക്കളും ഉണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, അതിന്റെ പേരിൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതില്ല. നിങ്ങളുടെ നീയത്ത് നന്നാക്കുക. എന്താ കാരണം എന്നറിയോ? ചിലരൊക്കെ വാങ്ങിക്കൊടുക്കും, വാങ്ങിക്കൊടുത്താലും പിന്നെ ഇങ്ങനെ പരാതി പറയും, അതിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകൾ വാങ്ങിക്കൊടുക്കും, പിന്നെ അത് മേനി പറയും. ചില ആളുകൾ ഇല്ല എന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുക്കാതിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആരാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അമിതമായി ചിലവഴിക്കാതെ ആവശ്യമുള്ളത് നല്ല നീയത്തോടുകൂടെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ പ്രതിഫലാർഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ അള്ളാന്റെ മാർഗത്തിൽ ഒരു ദീനാർ ചിലവഴിച്ചു. മാത്രല്ല, അയാള് ഒരു അടിമയെ മോചിപ്പിക്കാനും ഒരു ദീനാർ ചിലവഴിച്ചു. 2. മൂന്നാമതായി ഒരു മിസ്കീൻ വന്ന് ചോദിച്ചപ്പോൾ ഒരു ദീനാർ കൊടുത്തു. 4ാമതായി തന്റെ കുടുംബത്തിന് വേണ്ടിയും ഒരു ദീനാർ അയാൾ ചിലവഴിച്ചു. 4 ദീനാറുകൾ ഒരു മനുഷ്യൻ ചിലവഴിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഅലമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക. അടിമമോചനത്തിന് ചിലവഴിച്ചതല്ല, മിസ്കീന് കൊടുത്തതല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തതല്ല, അതിനേക്കാൾ നിനക്ക് പ്രതിഫലം കിട്ടുന്നത് നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി നീ ചിലവഴിച്ചതിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലമുള്ളത്. ആ ഒരു നീയത്ത് വേണം. ഇതിനൊക്കെ എനിക്ക്, എന്റെ മക്കൾക്ക് ഞാൻ ചെലവഴിക്കുന്നതിന് എനിക്ക് അള്ളാന്റെ അടുക്കൽ ഉന്നത പ്രതിഫലം ലഭിക്കുമെന്ന നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. 2ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കളെ വളർത്തുന്ന, മക്കളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളെ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. അതെന്തെന്നറിയുമോ? നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നു, അങ്ങനെ പഠിപ്പിച്ചവരെ വളർത്തുന്നു, അങ്ങനെ അവർ വളർന്നു വലുതാകുന്നു എങ്കിൽ അത് നിങ്ങളുടെ പരിശ്രമത്തിൽപ്പെട്ടതാണ്. ആ മക്കൾ ചെയ്യുന്ന ഓരോ അമലിന്റെയും പ്രതിഫലം അവർക്കൊരു കുറവുമില്ലാതെ മാതാപിതാക്കളെ നിങ്ങൾക്ക് അല്ലാഹു തരും. നിങ്ങളുടെ മകൻ ഒരു സുജൂദ് ചെയ്താൽ ആ സുജൂദിന്റെ അതേ കൂലി, നിങ്ങളുടെ നീയത്ത് നന്നായാൽ അതിന്റെ കൂലി, അതേ കൂലി നിങ്ങൾക്കുമുണ്ട്. നിങ്ങളുടെ മകൻ ഒരു ഹർഫ് വായിച്ചാൽ, ഒരക്ഷരം എഴുതിയാൽ അതിന്റെ അതേ കൂലി ഒന്നും കുറയാതെ മാതാപിതാക്കൾക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്.
അപ്പൊ ഇതൊക്കെ നമുക്ക് സന്തോഷിക്കാനുള്ള വകയാണ്. ഈ ഒരു നീയത്ത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കണം കലാലയങ്ങൾ തുറക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. ഇത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പണിയോട് നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവും. വിശ്വാസികൾക്ക് ഇതിന് വലിയ ശമ്പളത്തിന് പുറമെ ഒരു അനന്തര ഫലമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം ചിന്തകളുമായി ഈ പുതിയ വർഷത്തെ സമീപിക്കണമെന്ന് രക്ഷിതാക്കളോടും അധ്യാപകരോടും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സച്ചരിതരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും വസിയത്ത് ചെയ്യുകയും ചെയ്യുകയാണ്. ഇനി സൂചിപ്പിക്കുവാനുള്ളത് എന്റെ ശബ്ദം കേൾക്കുന്ന ഈ കൂട്ടത്തിലെ വിദ്യാർത്ഥികളോടാണ്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിജ്ഞാനം തേടി കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് നിങ്ങളുടെ പഠന മേഖലയെ സമീപിക്കുന്നതെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അത് ഏത് ഇൽമാകട്ടെ, ഭൗതികമാകട്ടെ, അള്ളാഹുവിന്റെ ദീനാകട്ടെ, ഏതാണെങ്കിലും ആത്മാർത്ഥമായി ഉപകാരത്തിന് വേണ്ടിയാണല്ലോ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമ്പത്ത് എന്ന് പറയുന്ന ഇൽമ്, അത് നേടാനുള്ള തൗഫീഖ് അള്ളാഹുവിങ്കിൽ നിന്നുണ്ടാകും. അതിനെന്തു വേണം? ആത്മാർത്ഥതയും നീയത്തും നന്നാകണം, സതുദ്ദേശപരമാകണം. നമ്മൾ പഠിക്കുന്ന ഒരു വിജ്ഞാനം കൊണ്ട് ഒരാളെ തകർക്കാനല്ല, ലോകത്ത് കുഴപ്പങ്ങൾ വിതക്കാനല്ല, അതല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പകരം വീട്ടാനുമല്ല. നമ്മൾ നേടുന്ന ഇൽമു കൊണ്ട് നമുക്കും സമൂഹത്തിനും നന്മയുണ്ടാകണം, ഉപകാരം ചെയ്യണം. എനിക്ക് ഉപകാരമുണ്ടാകണം, എന്റെ കുടുംബത്തിന് ഉപകാരമുണ്ടാകണം, നാടിനും നാഗരികതക്കും ഉപകാരമുണ്ടാകണം എന്ന ചിന്തയാലാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദുനിയാവെന്ന് പറയുന്നത് ശപിക്കപ്പെട്ടതാണ്. ദുനിയാവിലുള്ള മിക്കതും ശപിക്കപ്പെട്ടതാണ്, നന്മയില്ലാത്തതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ടതും ഒഴികെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ശപിക്കപ്പെട്ടതിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കിയ അനുഗ്രഹീതമായ മറ്റൊന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായ ചിലരുണ്ട്. അവരാരാന്നറിയോ? വആലിമൻ ഔ മുതഅല്ലിമാ. ഒന്നെങ്കിൽ അയാൾ ഇൽമു പഠിച്ച ഒരു ആലിമാകണം, അല്ലെങ്കിൽ ഇൽമു നുകരുന്ന ഒരു മുതഅല്ലിമായ വിദ്യാർത്ഥിയാകണം. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ബറക്കത്ത് അയാൾക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രല്ല, ആത്മാർത്ഥതയോടെയാണ് നിങ്ങൾ വിജ്ഞാനം നുകരാൻ പോകുന്നതെങ്കിൽ സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ വഴി ദൂരം അല്ലാഹു നിങ്ങൾക്ക് ചുരുക്കി തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമു നേടി ഒരു മാർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി അയാൾക്ക് അല്ലാഹു ചുരുക്കി കൊടുക്കുന്നു. മലക്കുകളും എല്ലാവരും ഇൽമു നേടുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി ചിറക് താഴ്ത്തി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ചിന്തകളുമായി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഇൽമു നേടിക്കൊണ്ട് അറിവ് നേടുന്നത് ഒരു ഇബാദത്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ സമീപിക്കണം. മാത്രമല്ല, സമയത്തിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയണം. സമയം പാഴാക്കുന്നത് ജീവിതം പാഴാക്കുന്നതിന് തുല്യമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ്. സോഷ്യൽ മീഡിയയും അനാവശ്യങ്ങളായ വിനോദവും മാത്രം ചിന്തിച്ചുകൊണ്ട് വിജ്ഞാനത്തെ സമീപിച്ചാൽ അള്ളാഹു ഒരാളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് അള്ളാഹു രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല. വരാനിരിക്കുന്ന ഫുട്ബോൾ മാമാങ്കങ്ങൾ, അതിരുവിട്ട വിനോദങ്ങൾ, അതേപോലെ സോഷ്യൽ മീഡിയ അമിതമായ ഉപയോഗം, ഇതൊന്നും കൃത്യമായ നിലക്ക് പഠിച്ച് വളരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വിജയത്തിന് കുറുക്കുവഴികളില്ല. കഠിനമായ പരിശ്രമവും ക്ഷമയും മാത്രമാണ് വിജ്ഞാനത്തിനുള്ള വഴി എന്ന തിരിച്ചറിവോടുകൂടെ ഈ ഒരു പുതിയ വർഷത്തെ സമീപിക്കാൻ വിദ്യാർത്ഥികൾക്കും കഴിയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു പകരുകയും ഇൽമു പഠിപ്പിക്കുകയും അതിന് സഹായം നൽകുകയും ചെയ്യുന്ന നല്ല മനുഷ്യരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ അപരാധങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.
പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സഹോദരൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരുമകൻ വളരെ വേദനാജനകമായ ഒരു രോഗത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ് എന്ന് പ്രത്യേകം നമ്മളോട് ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കാൻ നമ്മളോട് വസിയത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ സഹോദരന് എത്രയും വേഗം അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അദ്ദേഹത്തെ രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽപ്പെട്ട എല്ലാവരെയും അല്ലാഹു മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രയാസങ്ങൾ കൊണ്ട് കഴിഞ്ഞുകൂടുന്നവർക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ കടം വീട്ടാൻ അല്ലാഹു എത്രയും വേഗം അവരെ സഹായിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقم الصلاة.